അറ്റോപിക് ഡെർമറ്റൈറ്റിസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് കോമൺ ആയിട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ്? അതായത് ഒരു എക്സിമാറ്റസ് ആയിട്ടുള്ള ഒരു എറിപ്ഷൻ. അത് മിക്കവാറും അത് സിമെട്രിക് ആയിരിക്കും. ഒരു കാലിലുണ്ടെങ്കിൽ അപ്പുറത്തെ കാലിലുണ്ടാവും. ഇത് യൂഷ്വലി യങ് ഏജിലാണ്, അതല്ലെങ്കിൽ കുട്ടികളിലാണ് കൂടുതൽ കാണാറുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഫാമിലിയിൽ പ്രീഡിസ്പോസിഷൻ ഉണ്ടാവും, അതായത് ഒരു ഹെറിഡിറ്ററി ഫാക്ടർ ഉണ്ടാവും. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് ഇത് യങ് സ്റ്റേജിൽ, അതായത് ചൈൽഡ്ഹുഡ് ആയിരിക്കും, ഇൻഫൻറ്റ് സ്റ്റേജിൽ തന്നെ ഇത് കണ്ടു തുടങ്ങും. അപ്പോൾ അതിനുശേഷം ഇതൊരു ടീനേജ് എത്തുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കുറച്ചുകൂടി ആശ്വാസം ഉണ്ടെങ്കിലും അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അത് 3 ഫേസസ് ആയിട്ടാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവുക. അതായത് ഒന്നാമത്തെ ഫേസ് ഇൻഫൻറ്റൽ ഫേസ്, പിന്നെ ചൈൽഡ്ഹുഡ് ഫേസ്, അടുത്ത ഫേസ് എന്ന് പറയുന്നത് അഡൽട്ട് ഫേസ്. ഇൻഫൻറ്റൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 months മുതൽ 2 years വരെയുള്ള ഏജ് ഗ്യാപ്പിനകത്ത് കാണുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. അത് കുറച്ച് സിവിയർ ആയിരിക്കും കുട്ടികളിൽ. ഇത് യൂഷ്വലി കാണാറുള്ളത് എക്സ്മെറ്റസ് എറിപ്ഷൻ ആയിട്ട് കാണുന്നത് ചീക്സിൽ, പെരി ഓറൽ ഏരിയാസ്, അതുപോലെ തന്നെ സ്കാൽപ്പിൽ. അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾക്ക് എങ്കിലും കാണുന്നത് കാലിൻ്റെ ഫീറ്റിൻ്റെ അവിടെയും എക്സ്റ്റെൻസീവ് സർഫസ് ഓഫ് ദ എൽബോ, ഈ ഏരിയയിലും ഒക്കെ ആയിട്ട് നമുക്ക് ആ എക്സിമാറ്റസ് എറിപ്ഷൻസ് കാണാൻ പറ്റും. ചൈൽഡ്ഹുഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കാണുന്ന ചേഞ്ചസ് ആണ്. അത് കൂടുതലും ഈ മടക്കുകളിലെ, അതായത് കഴുത്തിൻ്റെ മടക്ക്, കൈയിൻ്റെ ഉൾഭാഗത്ത് ആൻറ്റിക്യുബേറ്റൽ ഫോസ, അതുപോലെ തന്നെ പൊപ്ലീറ്റൽ ഫോസ, കാലിൻ്റെ മടക്ക്, ആംഗിൾ റീജിയന്, അതുപോലെ തന്നെ നമ്മുടെ റിസ്റ്റിൻ്റെ ഈ മടക്കുകൾ, അങ്ങനത്തെ ഓരോ മടക്ക് ഭാഗത്തുകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് അവിടെ ഇച്ചിങ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ചെയ്ത് ലൈക്കനിഫിക്കേഷൻ ഫോം ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അഡൽട്ട് ഫേസിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ അവർ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർ വരെയുള്ളവർക്ക് കാണുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്കും ഈ മടക്ക് ഭാഗങ്ങളിലൊക്കെ, അതായത് ഈ റിസ്റ്റ്, ആംഗിള്, അങ്ങനത്തെയുള്ള ഭാഗങ്ങളിലും ഒക്കെ ഈ ഫീച്ചേഴ്സ് കാണാറുണ്ട്. കൂടാതെ അവർക്ക് അപ്പർ ഐലിഡിലും അല്ലെങ്കിൽ ഈ ഹാൻഡ് ഡെർമറ്റൈറ്റിസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് വിസിബിളായിട്ട് കാണാറുള്ളത്. നമ്മുടെ ആയുർവേദത്തിൽ ഈ ഒരു ബാലചികിത്സയിൽ തന്നെ പ്രത്യേക വിഭാഗമുണ്ട്, കരപ്പൻ ചികിത്സ. അതിൻ്റെ അകത്താണ് ഈ കുട്ടികളുടെ ഓരോ ഫേസസിൽ വരുന്ന ഓരോ കണ്ടീഷൻസ്, ഓരോ ഏജ് ഗ്യാപ്പിൽ വരുന്ന ഓരോ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് വരുന്ന കരപ്പൻ അസുഖങ്ങൾക്ക് പല പല പേരുകളായിട്ട്, പൊള്ളൽ കരപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആയുർവേദത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാലചികിത്സയിൽ. നമ്മൾ ആരോഗ്യ കൽപ്പദ്രുമത്തിലാണ് ഈ കരപ്പനെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്.